ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ക്രിപ്റ്റോ ഈസ് എ ലാൻഡ് ഓഫ് സ്കാമേഴ്സ്. അതായത് ഏറ്റവും പുതിയ സ്കാംസ് വളരെ പെട്ടെന്ന് പച്ച പിടിക്കുന്ന ഏരിയയാണ് ക്രിപ്റ്റോ എന്നുള്ളത്. വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സ്കാംസ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഇറങ്ങിയ ഒരു പുതിയ സ്കാമാണ് പിഗ് ബുച്ചറിംഗ് എന്നുള്ളത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റ് സ്കാമിൽ നിന്ന് എന്താണ് ഇതിനുള്ള മെയിൻ പ്രത്യേകത? ഇതൊരു പമ്പ് ആൻഡ് ഡംബോ, ഒരു ക്യുക്ക് റഗോ അല്ല. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ലോങ് ടേമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്കാമാണ് പിഗ് ബുച്ചറിംഗ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ വളരെ കോഷ്യസ് ആയിട്ട് കാണുന്നത്? എങ്ങനെയാണ് ഇവരിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ പിറ്റ്ഫോൾസ്? എങ്ങനെ ഈ സ്കാം തുടക്കത്തിലേ കണ്ട് മാറി നിൽക്കണം എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻ. മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് ഉണ്ട്, ബിയർ മേക്സ് മണി, ബുൾ മേക്സ് മണി, പിഗ്സ് ഗെറ്റ് സ്ലോട്ടേഡ് എന്നുള്ളത്. അതായത് ക്രിപ്റ്റോയിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട്, ക്രിപ്റ്റോയിലെന്നല്ല മാർക്കറ്റിൽ ഇൻ ജനറൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സംശയിച്ച് നിൽക്കുന്നവരെയാണ് പിഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഗെറ്റ് സ്ലോട്ടേഡ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു സ്കാമാണ് പിഗ് ബുച്ചറിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവരിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബേസിക്കലി ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് മേ ബി 4 to 5 months ആയിരിക്കും. ബേസിക്കലി ഇവരൊരു ടോക്കൺ ഇറക്കിയിട്ട് അത് നമ്മൾ മേടിക്കുമ്പോൾ റഗ് ചെയ്യുകയോ ഡംപ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. അതിന് പകരം ഒരു 6 phases ആയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്കത് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. ഒന്നാമത്തത്, നമുക്ക് പരിചയമില്ലാത്ത ഒരു അഡ്രസ്സിൽ നിന്ന് ഒരു പിങ് വരും. ചിലപ്പോൾ അത് ടെലിഗ്രാം ആവാം, ഇൻസ്റ്റാഗ്രാം ആകാം, ബംബിൾ ആകാം, ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് കമൻ്റ് ആകാം, എന്ത് വേണമെങ്കിൽ ആകാം. ഒന്നാമത്, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വളരെ കാഷ്വലായിട്ട് നിരുപദ്രവകരമായ ഒരു ചോദ്യം ചോദിക്കും. ഇപ്പോൾ യൂഷ്വലി നമുക്ക് വരുന്ന മെസ്സേജുകളിലൊന്ന്, നമ്മൾ പാർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഹായ്, താങ്കൾ ഈ കോയിൻ മേടിച്ചിട്ടുണ്ടോ, ഐ തിങ്ക് ഇറ്റ് ഹാസ് ഹൈ പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിക്ക് എന്നുള്ളൊരു കോയിൻ, അല്ലെങ്കിൽ വിങ്ക് എന്നുള്ളൊരു കോയിൻ, അല്ലെങ്കിൽ ഓഷൻ എന്നുള്ളൊരു കോയിൻ, ഏതോ ആവട്ടെ. യൂഷ്വലി അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇൻട്രോ. സി ഐ സോ യു ആർ എൻ ഇൻവെസ്റ്റർ ഇൻ ദിസ് കോയിൻ, ഡു യു തിങ്ക് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ? അപ്പോൾ വളരെ ജെന്യുവിനായിട്ട് നിരുപദ്രവകരമായി തോന്നുന്ന ചോദ്യത്തിൽ നമ്മൾ നാച്ചുറലി മറുപടി പറയുന്നു, ആ ടോക്കൺസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിൻ്റെ സപ്ലൈയെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ ഡിസ്കഷൻസ് തുടങ്ങുന്നു. ഇതാണ് ഫസ്റ്റ് ഫേസ്. ഇനി രണ്ടാമത്തെ ഫേസ് ഏകദേശം ഒരു 2 to 3 weeks ആയിരിക്കും അവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അതായത് മെയിൻ പ്ലാറ്റ്ഫോം മാറി ഇച്ചിരിയും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻസ്റ്റ പോലെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് മേടിക്കുന്നു, അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്നു. മിക്കവാറും ഇത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അട്രാക്റ്റീവ് ഫിഗേഴ്സ് ആയിരിക്കും. അതുപോലെ ഡിസ്കഷൻസും വർത്താനവും എല്ലാം ഭയങ്കര ജെനുവിനായി നമ്മളെ കെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഫ്രീക്വൻറ്റ് ഡിസ്കഷൻസും ഉണ്ടാകും. അതായത് ഡെയിലി ടോക്കൺ അപ്ഡേറ്റ്സ്, ഡെയിലി ഹൗ ആർ യു ഗുഡ് എക്സെട്ര, മാർക്കറ്റ് അങ്ങനെയാണ്, ടേക്ക് കെയർ, ഭയങ്കര എക്സ്ട്രാ കെയറിങ് ആയിട്ടുള്ള ഒരു തരം ഫേസ്. ഇത് 2-3 വീഴ്ച ഇങ്ങനെ പോകും. ഇത് കഴിഞ്ഞാൽ ദേ ഗോ ടു നെക്സ്റ്റ് ഫേസ്, അതായത് തേർഡ് ഫേസിലേക്ക് പോകും. അപ്പോഴായിരിക്കും അവരവരുടെ കൂട്ടുകാരുടെ സർക്കിളിലുണ്ടായ കാര്യങ്ങൾ പറയുന്നു, അതല്ലെങ്കിൽ ആക്സിഡൻ്റൽ വെൽത്ത് ഷോസ്, അതായത് അവരുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഇന്ന കോയിനിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര റിട്ടേൺസ് കിട്ടി, ഈ കോയിൻ റെക്കമെൻഡ് ചെയ്ത അങ്കിൾ ആണെന്ന് പറയുന്നു, ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു ഡിസ്കഷൻ മേ ബി ഗോ ഫോർ അനദർ 2 to 3 weeks. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടുന്നോ വന്നൊരാൾ പല പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ അടുത്ത് കോയിൻസിൻ്റെ അപ്ഡേറ്റ് തരുന്നു, അറിയാത്ത പോലെ അവരുടെ വെൽത്ത് ഡിസ്പ്ലേ ചെയ്യുന്നു. സോ നാച്ചുറലി ദേ ആർ ഹുക്കിംഗ് ടു അസ്. ഇങ്ങനെ കുറച്ച് നാൾ പോകും. അത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റേജ്. ഇതിൽ പറയുന്നത്, എനിക്ക് അന്ന് റെക്കമെൻഡേഷൻ തന്ന ഒരാൾ ഇന്ന കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സി ഐ എം ഇൻവെസ്റ്റിംഗ് ഇറ്റ്, ദേ വിൽ ഷോ യു വാലറ്റ്, പ്രൂഫ്, എവറിത്തിങ്. എന്നിട്ട് പറയും ഒരു സാമ്പിൾ എമൗണ്ട് ഇട്ട് നോക്കാൻ പറയും. ഒബ്വിയസ്ലി ഇത്ര നാളത്തെ പരിചയം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു 2 to 3 weeks ടൈം ആയിട്ടുണ്ടാകും. അപ്പോഴേക്കും അവർ പറയുന്ന കോയിൻസിൽ നമ്മൾ നാച്ചുറലി ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. സോ മേ ബി ഒരു $100 or $50 ഡിപ്പെൻഡിങ് ഓൺ ദ കപ്പാസിറ്റി നമ്മളിടും. ഒബ്വിയസ്ലി കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റും കിട്ടും. അതായത് ഒരു $50 ഇട്ടവർക്ക് ചിലപ്പോൾ ഒരു 150 or 200 കിട്ടും. ഡെഫിനറ്റ്ലി നമ്മൾ ആ റിലേഷൻ അവർ ഇങ്ങനത്തെ ഒരു പരിപാടി വഴി ഊട്ടി ഉറപ്പിക്കും. അപ്പോൾ ഇത്തരത്തിൽ 1-2 സ്മോൾ വിൻസും നമുക്ക് കിട്ടും. അങ്ങനെ 5ാമത്തെ സ്റ്റേജും കഴിഞ്ഞു. ഇനിയാണ് ദ ഫൈനൽ സ്റ്റേജ്, ദ കിൽ. അതിലാണ് നമ്മൾ പെട്ടുപോവുക. അപ്പോൾ അവിടെ അവർ പറയും, എനിക്ക് ഇത്ര നാൾ കോയിൻ റെക്കമെൻഡ് ചെയ്തിരുന്ന ഗ്രൂപ്പ് ഒക്കെ ഒരു കിടിലൻ ടോക്കൺ ഇറക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ എയർലിയാണ്, പ്രീ സെയിലാണ്, എയർ ഡ്രോപ്പാണ്, ആന കുതിര എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോംപ്റ്റ് ചെയ്ത് ഒരു വലിയ എമൗണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇത്ര നാളത്തെ പരിചയമുള്ളത് കൊണ്ടും മാർക്കറ്റ് ഡിസ്കഷൻസ് നടന്നതുകൊണ്ടും
പുള്ളി പറയുന്ന കോയിൻസിൽ നമുക്ക് പ്രോഫിറ്റ്സ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും, പറ്റാവുന്നതിൻ്റെ മാക്സിമം ഫണ്ട് എടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ കോയിൻ മിക്കവാറും ഹണി പോട്ടായിരിക്കും. ഹണി പോട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മേടിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ, വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കും, ഇത് വിൽക്കാൻ പറ്റില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ പുള്ളി പറയും, ഇതിന് ഒരു എയർ ഡ്രോപ്പ് വരുന്നുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യണം, ആ എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ മിനിമം ത്രഷോൾഡ് ഇത്രയാണെന്നും പറഞ്ഞ് കുറച്ചും കൂടി ഇടിപ്പിക്കും. ഒബ്വിയസ്ലി ആദ്യം ഇട്ട മണിയും പോയി, രണ്ടാമതിട്ട മണിയും പോയി. അത് കഴിഞ്ഞ് നമ്മൾ പിങ് ചെയ്യുമ്പോഴേക്കും പുള്ളിയുടെ ടെലിഗ്രാം അക്കൗണ്ടും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ബാൻഡ് ആയിരിക്കും. ആൻഡ് യു ആർ ട്രാപ്ഡ്. ഇതാണ് പിഗ് ബുച്ചറിങ് എന്നുള്ള ഒരു സ്കാം. ഇത് കേൾക്കുമ്പോൾ തോന്നും, ഇത് ഭയങ്കര വിയേർഡല്ലേ, ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ളത്. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വാർണിംഗ് എന്ന നിലയ്ക്ക് എല്ലാവരുടെ അടുത്തും പറയുന്നത്. അപ്പോൾ ഇനി തൊട്ടിട്ട് ചെവിയിൽ കുറച്ച് വെള്ളം പോയാൽ അതിൽ കുറച്ചും കൂടി ഒഴിച്ച് എല്ലാം കൂടി കളയുന്ന പോലത്തെ പരിപാടി നമ്മൾ ചെയ്യരുത്. ഇങ്ങനെ പരിചയമില്ലാതെ ആരെങ്കിലും എവിടെന്നെങ്കിലും പിങ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ യു ബി അലേർട്ട്. അവർ പറയുന്ന ഒരു കോയിനിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. സ്വന്തമായിട്ട് പഠിച്ച്, സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത്, സ്വന്തമായിട്ട് കൺവിക്ഷനുള്ള കോയിനിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ക്രിപ്റ്റോയിൽ ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന പിഗ് ബുച്ചറിങ് എന്നുള്ള ഈ സ്കാമിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. വിപിൻ ആൻഡ്രൂസ്.